കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. സംസ്കാരം അല്പസമയത്തിനകം നടക്കും. സിജോ വർഗീസ് ചേരുന്നുണ്ട്. സിജോ, നേരത്തെ മൃതദേഹം എത്തിച്ചു, പ്രാർത്ഥനകൾ നടക്കുകയാണോ? എപ്പോഴാണ് സംസ്കാരം? ധന്യ, ഇന്നലെ തന്നെ സാബുവിൻ്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കിയിരുന്നു. നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന കട്ടപ്പന പള്ളിക്കവലയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. വീട്ടിനുള്ളിൽ മൃതദേഹം കയറ്റി അടുത്ത ബന്ധുക്കളും ഭാര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ വീടിന് മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മൃതദേഹം വെച്ചിരിക്കുകയാണ്. വീട്ടിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. പൊതുദർശനത്തിനുള്ള സൗകര്യക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. നിരവധി ആളുകൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം, അതുപോലെ തന്നെ ഈ നാട്ടിലെ ആളുകൾ, ഈ സാബുവിനെ അടുത്തറിയാവുന്ന ആളുകൾ ഒട്ടനവധിയാണ്. അവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. ഈ വീടിനോട് ചേർന്ന് തൊട്ട് മുകളിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കടയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പരിചയം അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് ആ പരിചയം ഓരോ ആളുകളും പരിചയമുള്ള ആളുകളാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും പറയാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ്. കാരണം ഈ ദിനം പ്രതി ആളുകളാണ്. പ്രശ്നമുണ്ടാക്കാത്ത സൗമ്യത്തോടുകൂടി ഇടപെടുന്ന, നല്ല രീതിയിൽ ഇടപെടുന്ന, ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് അവർ കാണുന്നത്. അപ്പം അത്തരത്തിൽ ആ ഒരു മുഖം ഇങ്ങനെ രംഗത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഇവിടെ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അത്തരം ഒരു നിലപാടിലേക്ക് നീങ്ങേണ്ട സാഹചര്യമില്ലാത്ത ഒരു ആൾ തന്നെയായിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളതാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത്. ബാങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ ചെന്നിരുന്നു. ബാങ്കിൽ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മോശകരമായ ഒരു അനുഭവം ഉണ്ടായത്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഇന്നലെ ബാങ്കിന് സമീപത്തായിട്ടുള്ള സ്റ്റെയർ കേസിന് ചേർന്ന് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വിട്ടു നൽകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരെ എത്തിയായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉടലെടുത്തത്. പക്ഷേ ആ പ്രതിഷേധത്തിന് ശേഷം പോലീസുമായി നടത്തിയ ഒരു ചർച്ചയെ തുടർന്നാണ് ഒരു ധാരണയിലേക്ക് എത്തിയത്. അതായത് ഈ ഭൗതിക മൃതദേഹം ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറ്റുക, മറ്റ് തുടർ നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാം. ഈ മൃതദേഹം വീട്ടിലെത്തിക്കുന്നതിന് മുമ്പായി തന്നെ ചില നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തീകരിക്കും. അതായത് ഈ കുറ്റക്കാർക്കെതിരെ, ആരോപിക്കപ്പെട്ടവരെ പോലീസ് അവരെ ചോദ്യം ചെയ്യും. ആവശ്യമെങ്കിൽ മറ്റ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാമെന്നുള്ള ഉറപ്പുകളെല്ലാം തന്നെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് താൽക്കാലികമായി പ്രതിഷേധമെങ്കിലും അവസാനിപ്പിക്കുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങിയത്. എന്തായാലും ഈ സാബുവിൻ്റെ മൃതദേഹം വീട്ടിൽ എത്തിക്കുന്നതിന് മുമ്പായി തന്നെ കട്ടപ്പന CIAയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളെയും ഒപ്പം തന്നെ ഈ സാബു ബാങ്കിലെത്തിയപ്പോൾ അദ്ദേഹത്തോട് മോശമായി പെരുമാറി എന്ന് പറയുന്ന 3 ജീവനക്കാർ, ബാങ്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 3 ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഒപ്പം ഇന്നാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം പുറത്തു വന്നത്. CPM മുൻ ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ സജി സാബുമായി സംസാരിക്കുന്ന ഒരു ഫോൺ സന്ദേശമാണ് പുറത്തു വന്നത്. അതിൽ ഭീഷണിയുടെ സ്വരമുണ്ട്. ഈ സാബു ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ബാങ്കിലുണ്ടായ തിക്താനുഭവമാണ് തന്നെ മനോവിഷമത്തിലാക്കി ആക്കിയത് എന്ന് ആ ഒരു ആരോപണം അത് അടിയുറച്ച് ഊട്ടി ഉറപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഈ ശബ്ദ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. പലപ്പോഴും ബാങ്കിൽ പണം ആവശ്യപ്പെട്ടു മൊഴിയെടുക്കലിൽ വൈഫിന്റെ മൊഴി രാവിലെ രേഖപ്പെടുത്തിയെന്ന് അറിയുന്നു. മറ്റുള്ളവരുടെ ബന്ധുക്കളുടെയും ഈ ബാങ്കിൽ ഉണ്ടായിരുന്നവരുടെയും ഒക്കെ മൊഴിയെടുക്കാനുണ്ട്. അങ്ങനെ അന്വേഷണം അതിന്റെ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ അന്ന് ഉയർന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. സംസ്കരിക്കില്ല, ഇതിൽ നീതി കിട്ടാതെ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. മറ്റു കാര്യങ്ങളും ബന്ധുക്കളും ഒക്കെ ഇടപെട്ടാണ് സംസ്കാരത്തിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ അവരുടെ ആവശ്യം അപ്പോഴും നിലനിൽക്കുകയാണ്. ഇതുവരെ അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇവർ പറയുന്ന, ഈ ഭാര്യ തന്നെ പറയുന്ന പേരുകളുണ്ട്, അവരിലേക്കൊന്നും പോലീസ് എത്തിയിട്ടില്ലെന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്?
ധന്യ നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കപ്പെട്ട ആ കാര്യങ്ങൾ അതിൽ തന്നെ അതിനോട് സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഈ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളുടെ മൊഴിയും ഒപ്പം തന്നെ ഈ ബാങ്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 3 ജീവനക്കാരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ഈ ഏരിയ സെക്രട്ടറി സജിയുടെ മൊഴിയും ഒരുപക്ഷെ പോലീസ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഇവിടെ ബാങ്കിലെ CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ, അതായത് സാബു ആരോപിക്കുന്ന വിധത്തിലുള്ള മർദ്ദനങ്ങൾ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസിൻ്റെ ശ്രമം. പ്രധാനമായും ശബ്ദ സന്ദേശത്തിൽ സജി പറയുന്ന പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം, ഈ പല ഘട്ടങ്ങളിലും പണം ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് എത്തുന്ന സാബുവും ഭാര്യയും പല ഘട്ടത്തിൽ അവിടെ തർക്കമുണ്ടായിട്ടുണ്ട്. ജീവനക്കാരെ മർദ്ദിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മർദ്ദനമൊന്നും വേണ്ട, അത്തരത്തിലുള്ള നിലപാടുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, ഭീഷണി ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല, പണം തരാനുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് ഘട്ടം ഘട്ടമായി തരികയും ചെയ്യും. പണി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ താങ്കൾ പെരുമാറുന്നത് തുടങ്ങിയ അടക്കമുള്ള ഭീഷണിയുടെ സ്വരമാണ് പിന്നീട് ഈ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ഇത് വലിയ രീതിയിൽ തളർത്തി, അദ്ദേഹത്തെ മാനസികമായി തളർത്തിയെന്ന് ഈ ഭാര്യ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റ് കാരണങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ളതായി കാണുന്നില്ല, കുടുംബാംഗങ്ങൾ പറയുന്നുമില്ല. എന്തായാലും ഈ ഒരു കാര്യം മാത്രമാണ് ഇതിന് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പ്രാഥമിക ഘട്ടമായി ഇപ്പോൾ സാബുവിൻ്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ പ്രദേശത്തെ CCTVകൾ നിർണായകമാണ്, അത് തെളിവുകളായി തന്നെ ശേഖരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ കേവലം സാങ്കേതികപരമായിട്ടാണ് നടന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, CPM ഇന്നലെ മുതൽ തന്നെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് കുടുംബത്തോടൊപ്പം എന്ന്. പക്ഷേ ആ രീതിയിലല്ല പിന്നീടുള്ള രീതികളൊന്നും നടക്കുന്നത്, അങ്ങനെയല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് CPI ഈ വിഷയത്തിൽ ഇടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സമ്മർദ്ദം കൂടി പാർട്ടിക്കകത്തും ഉണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? CPM ജില്ലാ സെക്രട്ടറി CV വർഗീസിൻ്റെ പ്രതികരണം വന്നിരുന്നു. അതായത് അദ്ദേഹം പറയുന്നത് ഈ ഫോൺ സംഭാഷണത്തിൻ്റെ, അതായത് ബാങ്കിലെ പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാബുവും ഈ ബാങ്കിൻ്റെ മുൻ പ്രസിഡന്റുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം കോട്ട് ചെയ്തുകൊണ്ട് അതൊരു വിവാദമാക്കുന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. അത് അംഗീകരിക്കുന്നില്ല. പകരം ഈ ബാങ്കിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലെല്ലാം നടപടിയെടുക്കുന്നതിനോ കേസ് എടുക്കുന്നതിനോ ഒന്നും പാർട്ടിക്ക് എതിരഭിപ്രായമില്ല. അത്തരം നടപടികളിലേക്ക് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും, ഈ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുമ്പോൾ പോലും സജിയെ പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നതെന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയം തന്നെ CPI സ്വീകരിച്ചിരിക്കുന്ന ഒരു ഭിന്നാഭിപ്രായമാണ്. കാരണം യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റിന് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു മാടമ്പിത്തരമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതൊരു കമ്മ്യൂണിസ്റ്റിന് ചേർന്ന നയമല്ല എന്നുള്ളൊരു വിമത സ്വരം CPI ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കോൺഗ്രസും BJPയും ഒരു പ്രതിഷേധത്തിൻ്റെ രീതിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. കാരണം അവർ ഏതെങ്കിലും രീതിയിൽ, അതായത് ഈ പറയുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രതിഷേധം കടുപ്പിച്ച് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കുടുംബാംഗങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ആവശ്യമുണ്ട്. മൃതദേഹം വെച്ചുള്ള ഒരു പ്രതിഷേധം വേണ്ട എന്ന് കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി സിജോ.